എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് ഇപ്പോൾ നടക്കുന്നത് ബിഗ് ബോസ് വീടിന്റെ അകത്താണോ പുറത്താണോ എന്നതാണ് ഇപ്പോൾ സംശയം. പുറത്ത് സീസൺ 5 ഇനിയും തീർന്നിട്ടില്ല. സീസൺ 6 ആണെങ്കിൽ പുറത്ത് നടക്കുന്ന മാമാങ്കം എന്താണെന്ന് പോലും അറിയാതെ അകത്തങ്ങ് നടന്നുകൊണ്ടേയിരിക്കുന്നു. പുറത്തിറങ്ങുമ്പോൾ അവരുടെ ഗതി എന്താകും എന്ന് തന്നെ അറിയില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ ബിഗ് ബോസ് സീസൺ 6 നിന്നും സിബിൻ ഔട്ടായതിനെ തുടർന്ന് അഖിൽ മാരാർ വഴി പല സത്യങ്ങളും പുറത്തു വരികയുണ്ടായി. സത്യങ്ങൾ വിളിച്ചു പറയാൻ നല്ല ചങ്കൂറ്റം വേണം അല്ലേ? അഖിൽ മാരാർ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെ കുറിച്ചോ ഏഷ്യാനെറ്റിനെ കുറിച്ചോ ഒന്നും കുറ്റം പറഞ്ഞിട്ടില്ല. അത് നമുക്ക് നന്നായി അറിയാം. അദ്ദേഹം പറഞ്ഞത് ഏഷ്യാനെറ്റ് ചാനലിലെ തലപ്പത്തിരിക്കുന്ന 2 പേരുടെ നെറികേടിനെ കുറിച്ചാണ്. ഇഷ്യൂ കാസ്റ്റിംഗ് കൗച്ചാണ്. ബിഗ് ബോസിലേക്ക് വരുന്ന സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുക, അവരുടെ പ്രതിഫലത്തിന്റെ പങ്ക് പറ്റുക എന്നതൊക്കെയാണ് അഖിൽ പരാമർശിച്ച ഗുരുതരമായ ആരോപണങ്ങൾ. എന്നാൽ അഖിൽ മാരാർ തന്റെ പരാമർശത്തിൽ ബിഗ് ബോസിൽ പോയ സ്ത്രീകൾ എന്ന് ജനറലൈസ് ചെയ്തു പറഞ്ഞതോടുകൂടി മുന്നേ ബിഗ് ബോസിൽ പോയ സ്ത്രീകൾക്കെല്ലാം ഒരു പേരുദോഷം വന്ന പോലെയുള്ള ഒരു സാഹചര്യം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു. ഇനി ഭാവിയിൽ സ്ത്രീകൾ എങ്ങനെ ബിഗ് ബോസിലേക്ക് പോകും? ഇനി ഇതുപോലെ പോകാൻ ആൾക്കാർ മടിക്കില്ലേ? പോകുന്നവരോട് സമൂഹം ചോദിക്കില്ലേ? വല്ലാത്തൊരു ഗതികേടിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ അഖിൽ ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ കൊണ്ടുചെന്നിട്ടിരിക്കുന്നത്. തെറ്റ് ചെയ്തവർ മാത്രമേ ഭയക്കേണ്ടതുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞാലും നമ്മുടെ സമൂഹം അത്ര വിശാലമായി ചിന്തിക്കുന്ന ഒന്നല്ല. കേട്ട പാതി കേൾക്കാത്ത പാതി കുറ്റം സ്ത്രീകളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതേസമയം ഇനി ബിഗ് ബോസിലേക്ക് പോകുന്നവർ ഇത്തരത്തിലുള്ള ട്രാപ്പിൽ പെടാതെ ഇരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കാൻ ഈ വെളിപ്പെടുത്തലുകൾ മേ ബി സഹായകമായേക്കാം. സിബിന്റെ കാര്യത്തിലാണ് ഇത് തുടങ്ങിയതെങ്കിലും എത്തി നിൽക്കുന്നത് സിബിന്റെ പേഴ്സണൽ ലൈഫ്, അതുപോലെ പഴയ ബിഗ് ബോസ് മത്സരാർത്ഥികൾ മീഡിയയുടെ മുന്നിൽ വന്ന് അവരുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യങ്ങൾ എന്നിവയിലേക്കൊക്കെയാണ്. അഖിൽ മാരാർ കാടടച്ച് വെടിവെക്കുകയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അഖിൽ മാരാർ വീഡിയോ ഇട്ടതിന് ശേഷം ബിഗ് ബോസിൽ പോയ എത്രയോ പേർ അവരുടെ അഭിപ്രായവും ബോധ്യപ്പെടുത്തലുകളുമായി വന്നു. എത്രയോ പേർക്ക് തങ്ങളുടെ വീഡിയോക്ക് താഴെ മോശം കമന്റുകൾ കിട്ടി. അവർ അപമാനിതരായി. നമുക്ക് ഉറപ്പായിട്ടും നീതി വേണം. അതിനുവേണ്ടി അഖിൽ മാരാരെ പോലെ ഉള്ള ഒരാൾ ശബ്ദമുയർത്തുമ്പോൾ അത് പ്രശംസനീയം തന്നെയാണ്. അഖിൽ ബിഗ് ബോസ് സീസൺ 5 വളരെ മികച്ച ഗെയിമറാണ്. പക്ഷെ അഖിൽ മാരാരുടെ സംസാര ശൈലി, ചില സമയങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ബിഗ് ബോസ് ഇപ്പോഴും പുറത്തു നടക്കുകയാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അഖിൽ മാരാർക്ക് ഒരു മാറ്റവുമില്ല. പഴയ അതേ അഖിൽ തന്നെ, നമ്മുടെ ബിഗ് ബോസിൽ കണ്ട അഖിൽ മാരാർ. സീസൺ 6 നാറി പൊഴുത്തുകൊണ്ടിരിക്കുന്ന ഷോ ആണെന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ എല്ലാ ബിഗ് ബോസ് ഷോയും കണക്കാണ്. എല്ലാത്തിന്റെയും ഫോർമാറ്റ് ഈ അടിയും പിടിയും കലാശവും ഒക്കെ തന്നെയാണ്. ഏറ്റവും നല്ല മനുഷ്യനെ കണ്ടെത്തുന്ന ഷോ ഒന്നുമല്ലല്ലോ ഇത്, അല്ലേ? ഹിന്ദി ബിഗ് ബോസ് ആണെങ്കിൽ ഇതിനേക്കാളും ഭീകരമാണ്. കാലം ഇങ്ങനെ പോകെ പോകെ ഹിന്ദി ബിഗ് ബോസ് പോലെ തന്നെയാകും നമ്മുടെ മലയാളം ബിഗ് ബോസും. അതിന് യാതൊരു സംശയവുമില്ല. ഓരോ സീസണും മലയാളത്തിൽ കുറച്ച് വ്യത്യസ്തമാണ് എന്നേ ഉള്ളൂ. അതല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഒന്നിലും ഇല്ല. എന്ത് തന്നെയായാലും അഖിലിന്റെ വെളിപ്പെടുത്തലുകൾ എന്തെങ്കിലും തരത്തിലുള്ള നല്ല മാറ്റം ഉണ്ടാക്കുന്നുവെങ്കിൽ വളരെ ഉത്തമം. നന്ദി, നമസ്കാരം.